ഞാൻ വെറുതെ പാടം കാണാൻ വേണ്ടി ഇറങ്ങിയേക്കണാണ് കേട്ടോ. കുറച്ചു നേരം വരെ നീലും ഉണ്ടായിരുന്നു. അവളങ്ങ് പോയി. കുറേ ദിവസമായി പാടത്തേക്ക് വന്നിട്ട്. മാസങ്ങളോളമായി ഞാൻ അങ്ങനെ പാടത്തേക്ക് വരാറില്ല. അപ്പോൾ ഇന്നിപ്പം വീടിനുള്ളിൽ ഇരുന്നിട്ട് ആകൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരു പ്രകൃതിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ. കുറേ കുട്ടികളുണ്ട്, നല്ല രസമാണ് കാണാൻ. നമുക്കിങ്ങനെ ഉള്ളിലിരുന്നിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മുഷിപ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരിക്കരുത്, അപ്പം ഇറങ്ങിക്കോണം. അങ്ങനെ വന്നേക്കാണ്ട് ഇവിടെ വരുമ്പോൾ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. കുറേ പക്ഷികളെ കണ്ടു. ഇത് അതിനെ കൂടെ ഒരു പൂമ്പാറ്റ പറന്നു പോയിട്ടോ. വിലാസിനി പൂമ്പാറ്റയാണ്. ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ദൂരെയായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റയാണ്. വൈറ്റ് യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനിലൊരു പൂമ്പാറ്റയാണ് കേട്ടോ. വൈറ്റാണ് പ്രധാനമായിട്ടുള്ളത്, പിന്നെ ബാക്കിയുള്ള കളേഴ്സും. ഇത് ബ്ലാക്ക് ലൈൻസ് ഒക്കെ ഉണ്ട്. നാട്ടുവിലാസിനി ആയിരിക്കണം. രണ്ട് ടൈപ്പ് ഉണ്ട്, കാട്ടുവിലാസിനിയുണ്ട് നാട്ടുവിലാസിനുണ്ട്. രണ്ടിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കരയായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല, ചിലപ്പോൾ കാട്ടുവിലാസിനി ആയിരിക്കും. നമ്മളങ്ങനെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ജീവികളുണ്ട്. അപ്പം അങ്ങനത്തെ ജീവികളൊക്കെ ഇവിടെ കാണാറുണ്ടേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതും ആയിരിക്കാം. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നമുക്കൊന്ന് വെറുതെ ഒന്ന് പോയിട്ട് പോകാം. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് പാടത്തേക്ക് കറങ്ങി വരാം. ജസ്റ്റ് ഒന്ന് സിൽപ്പ് ചെയ്തേ ഉള്ളൂ, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ കൊക്കുകളിരിക്കുന്ന ഒരു പാടത്തിൻ്റെ വരമ്പത്ത് നിൽക്കുവാണ്. എനിക്ക് നോക്കുമ്പോൾ തൊട്ടടുത്താണ്, പക്ഷേ മൊബൈലിൽ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് പല ടൈപ്പ് കൊക്കുണ്ട് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതലുള്ളത് ചിന്നമുണ്ടിയാണ്. ചിന്നമുണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ കാലും ബ്ലാക്ക് കളർ ബീക്കൊക്കെ ആയിട്ടുള്ള കൊക്കാണ് ചിന്നമുണ്ടി. പിന്നെ നമ്മുടെ സാധാരണ കൊക്ക്, വെള്ള കളർ കൊക്ക്, മഞ്ഞ ചുണ്ടൊക്കെയുള്ള വെളിര് എന്ന് പറയും. അപ്പം ആ ഒരു വെളിരുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് കുളക്കൊക്കാണ് കേട്ടോ. കുളക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളർ ഉണ്ടാവും, വെള്ള തോലുകൾ ഉണ്ടാവും, അങ്ങനെ. പിന്നെ കുറച്ച് പ്രാവുകളും ഉണ്ടായിരുന്നു, നമ്മുടെ സാധാരണ പ്രാവ്, ചാരപ്രാവ്, അതും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചങ്ങ് നടന്നു കയറി വന്നപ്പോഴേക്കും കുറേ അരിപ്രാവ് ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴേക്കും എല്ലാവരും പറന്നുപോയി. പിന്നെ അവിടെ ഒരു കാക്കത്തമ്പുരാട്ടി ഇരിപ്പുണ്ടേ. അതിൻ്റെ ഒരു വി പോലെയാണ് വാലൊക്കെ ഉള്ളത്, ബ്ലാക്ക് കളർ ചെറിയൊരു പക്ഷി. ഭയങ്കര മിമിക്രിക്കാരിയാണ് കേട്ടോ, അല്ലെങ്കിൽ കാരനാണ്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്, നിറയെ വെള്ളമൊക്കെ ഉണ്ട്. നല്ല വേനലാണെന്നുണ്ടെങ്കിലും പാടത്തായതുകൊണ്ട് വെള്ളമുണ്ട്. ഇതിങ്ങനെ വെയിൽ തിരിച്ച് കെട്ടിയേക്കുവാണ് കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ടിങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുവാണേ. അപ്പോൾ കണ്ടത് വേറൊരു കാഴ്ചയാണ് കേട്ടോ. ഇതൊരു പുഴുവാണ്. നിങ്ങൾ ഇതിൻ്റെ ചെറിയൊരു രൂപം കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് അത്ര ചെറുതല്ല. ഇതൊരു ഏകദേശം ഇതിൻ്റെ ഏറ്റവും നീളമുള്ള കമ്പിന് 5 സെൻറ്റിമീറ്ററെങ്കിലും നീളം ഉണ്ടാവും. പക്ഷേ അതിൽ കാര്യമില്ല കേട്ടോ. കാരണം ഇവന്മാർ ഇവിടുന്ന് ഇങ്ങനെ പുല്ലുകളുടെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, തണ്ടുകൾ, ആ തണ്ടുകളെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂടാണ് ഇത്. അതിനൊരു ഷെൽട്ടറുമാണ്, പിന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വലിച്ചപ്പോഴേക്കും ഇങ്ങനെ അള്ളി പിടിക്കുന്നുണ്ടേ. എന്നാലും ഞാൻ വലിച്ചു പറിച്ചെടുത്തു കേട്ടോ. സത്തൊന്നും പോകത്തില്ല. എൻ്റെ ഉള്ളി മെല്ലെ തലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചേക്കുവാണേ. നമുക്ക് ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഏതാ പുഴു എന്നുള്ളത്. ആ ഒരു കമ്പിൻ്റെ കളറും അതിൻ്റെ കളറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമ്മളിതിൻ്റെ കുഞ്ഞു പുഴുവിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണത്. പിന്നെ പുല്ലുകളിലൊക്കെ വേറെ ഒരെണ്ണം ഉണ്ടാവും, ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഇങ്ങനത്തെ പുഴുവുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരെണ്ണത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പാടത്ത് വന്നേ പിന്നെ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ, ഇങ്ങനെ കമ്പുകളൊക്കെ ചേർത്തിട്ടുള്ളത്. എന്തായാലും നല്ല രസമുണ്ട്. എന്തൊക്കെ ജീവികളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ഞാൻ തിരിച്ച് വെച്ചെങ്കിലും പുള്ളി തല പുറത്തേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. നല്ല വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുവാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതിലൊരു കായൊക്കെ ഇല്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്നും പോന്നു. അതേ പാടത്തോടെ വെള്ളമൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. വേനലാണ്, അപ്പോൾ ഇങ്ങനെ പാടത്ത് കൃഷിയുള്ളവർക്ക് അവിടെ കിണറും കുളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വെള്ളം അടിച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ മാവുണ്ട്, ചെറിയ മാവാണെങ്കിലും നിറയെ മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആരുടെ പറമ്പാണ് ആരുടെ മാവാണ് ഇതൊന്നും നോക്കാണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ പൊട്ടിച്ച് തിന്നുന്ന ഒരു സമയമാണല്ലോ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. മാവിൽ നിറയെ മാങ്ങയുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം മാവല്ലാത്തത് കൊണ്ട് നമുക്കിതിങ്ങനെ കാണാം. പിന്നെ എനിക്കങ്ങനെ പച്ചമാങ്ങ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. നിറയെ മാങ്ങയുണ്ടേ, ചെറിയ മാവാണ് ഇത്. വീടിൻ്റെ താഴത്തു കൂടെ ഒഴുകുന്ന ഒരു തോടാണ് കേട്ടോ. മഴക്കാലത്ത് തന്നെ വെള്ളം ഉണ്ടാവുള്ളൂ, വേനൽക്കാലത്ത് കനാല് വെള്ളം വന്നാലേ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കനാല് വെള്ളം വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബശ്രീക്കാർ ചേച്ചിമാരൊക്കെ കൂടി വൃത്തിയാക്കി ഇട്ടേക്കണാണ്. അവിടെ ഒരു ചെറിയ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു
മഴവെള്ളം വരുമ്പം നമ്മുടെ ഇവിടെ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ കിണറ്റിൽ നല്ല വെള്ളമാവും. പിന്നെ വെള്ളക്ഷാമം ഉണ്ടാവത്തില്ല. പിന്നെ ഇതാ പാടത്ത് നിറയെ കമ്മൽ പൂക്കളാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് ഇങ്ങനെ പടർന്ന് കിടക്കുവാണേ. ഇപ്പം കൃഷിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കാണാം. സത്യത്തിൽ ഞാൻ കണ്ട എല്ലാ കാഴ്ചകളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാടം വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. നീരുമ്പ് എൻ്റെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അവൾ അപ്പോഴത്തേക്ക് എന്നെ ഇട്ടിട്ട് പോയിട്ടാ. അപ്പോൾ ഞങ്ങളെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ശരി, എല്ലാവരും സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ചേട്ടാ ബൈ.